പ്രൈസ് ദി ലോർഡ്. ഇന്ന് പുതിയൊരു വിഷയം കൂടെ നോക്കുകയാണ്. യേശു ഉപമകൾ പറഞ്ഞത് ഗ്രഹിക്കാനാണോ എന്ന്. മുഴു സഭകളും പറയുന്നത് ഗ്രഹിക്കാൻ ആണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്നാൽ വചനം എന്ത് പറയുന്നു നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ 9-ാമത്തെ വാക്യത്തിൽ അവർ ചോദിക്കുന്നത് 10-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ അടുക്കൽ ചെന്ന് അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. മത്തായി 13-ലാണ്. 11-ാമത്തെ വാക്യം, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ, അതായത് രഹസ്യങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. നിങ്ങളാരാണ്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രൻ്റെ അടുക്കലേക്ക് വന്ന ദൈവസന്തതികളായിട്ടുള്ള, അല്ലെങ്കിൽ പ്രീഡെസ്റ്റിനേഷൻ, ജീവവസ്തുവിൽ പേരുള്ളവരാണ് ഈ വരം ലഭിച്ചവരും നിങ്ങൾ എന്ന് പറയുന്നത്. വരം ലഭിച്ചിരിക്കുന്നു. പുറത്തുള്ളവർക്കോ വരം ലഭിച്ചിട്ടില്ല. അവർ സഭകളിൽ വന്നിരിക്കും, ക്രിസ്ത്യാനിയാണെന്ന് പറയും. പക്ഷേ പരിശുദ്ധാത്മ പ്രാപിക്കാനായിട്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പുതിയ നിയമസഭയിൽ സ്ഥാനപ്പെടാൻ പറഞ്ഞ് അവർ സ്ഥാനപ്പെടില്ല. അവരതിനോട് എതിർത്ത് നിൽക്കും. അങ്ങനെയുള്ളവർക്ക് വരം ലഭിച്ചിട്ടില്ല. അവർക്കത് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ പുറത്തുള്ളവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ അവരോട് ഉപമകളായി പറയുന്നു. അവർ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അവർ ജ്ഞാനത്തിൽ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് ദൈവം അടച്ചു കളയും, പിന്നെ ഗ്രഹിക്കില്ല. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കില്ല താനും, കണ്ണാൽ കാണും ദർശിക്കില്ല താനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അതായത് ഹൃദയത്തിൽ മൂടുപടം കിടക്കുകയാണ്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയോ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടാത്തവരുടെ ഹൃദയത്തിൽ മൂടുപടമുണ്ട്. അതുകൊണ്ടാണ് അവർ മൂടുപടം ഇടുന്നത്. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും, അതായത് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ, അതായത് വിടുവിക്കാതെയും ഇരിക്കേണ്ടതിനാണ് ഉപമയായിട്ട് പറയുന്നത്. എന്നാൽ തൻ്റെ ജനത്തോട് കർത്താവ് അത് വിശദീകരിക്കുന്നുണ്ട്. വിശദീകരിച്ചാൽ മാത്രമേ ഗ്രഹിക്കുള്ളൂ, വിശദീകരിച്ചെങ്കിൽ ഗ്രഹിക്കില്ല. നോക്കൂ, ഉപമകൾ വിശദീകരിച്ചു തരണമെന്ന് ശിഷ്യന്മാർ സംസാരിക്കുകയാണ്. മത്തായി സുവിശേഷം 13-ന്റെ തന്നെ 36. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്ന് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമേ. അപ്പോൾ വിശദീകരിച്ചു കൊടുത്താൽ മാത്രമേ ഉപമ ഗ്രഹിക്കുള്ളൂ. എന്തോ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നതിന് അങ്ങനെ തന്നെ പറയാതെ മറ്റൊരു രൂപത്തിൽ പറയുന്നു. അത് പരിശുദ്ധാത്മാവ് വരും. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും. യോഹന്നാൻ 14:26. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച പുരോഹിതന്മാരോ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്കോ മാത്രമേ ഇത് ഗ്രഹിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവരിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെ ധാരാളം വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ മുകളിൽ കാണുന്ന വാട്സപ്പിൽ വന്ന് ഞാൻ അയച്ചു തരാം. അപ്പോൾ യേശു ഉപമ പറഞ്ഞത് ഗ്രഹിക്കാനല്ല, ഗ്രഹിക്കാതിരിക്കാൻ. വരം ലഭിച്ചവർക്ക് മാത്രമേ ഗ്രഹിക്കുകയുള്ളൂ. ഓക്കെ, കർത്താവിനെ ഗ്രഹിക്കട്ടെ.